എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് വളരെ ബ്ലെസ്സിങ് ആയി മാറി എന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ എപ്പിസോഡും വ്യത്യസ്ത സബ്ജക്റ്റുമായിട്ട് പ്രേക്ഷകരുടെ മുമ്പിൽ എത്തുമ്പോഴേ അവരെല്ലാം പറയുന്ന പുതിയ പുതിയ വീഡിയോകൾ വീണ്ടും ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റാണ് പലയിടത്തും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മുടെ ഈ എപ്പിസോഡിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്? ആദ്യത്തെ ചോദ്യം, ഇൻ്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ ഇൻ്റർനെറ്റ് ഉപയോഗം ഇന്ന് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ഒരുപാട് ദോഷവശങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രെയർ ലൈനിൽ ധാരാളം മാതാപിതാക്കന്മാരൊക്കെ വിളിക്കുമ്പോൾ പറയും പിള്ളേർക്ക് പഠിക്കാനായിട്ട് താല്പര്യമില്ല, 24 മണിക്കൂറും ഫോണും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു ഇൻ്റർനാഷണൽ വാർത്ത കേൾക്കാനിടയായി തീർന്നു. ഈ കാനഡയിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാരൊരു പഠനം നടത്തി. അപ്പോൾ ആ പഠനത്തിൽ 40 പേര് പങ്കെടുത്തു. അതിൽ 20 പേരെ 2 ആഴ്ചത്തേക്ക് മൊബൈൽ കയ്യിൽ കൊടുക്കാതെ ഒരു പഠനം നടത്തിയപ്പം അവർ കണ്ടെത്തിയിരിക്കുകയാണ്, ഈ ഇൻ്റർനെറ്റ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് വഴി പെട്ടെന്ന് പ്രായത്തിലോട്ട് കടക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറ് പെട്ടെന്ന് പ്രായത്തിലേക്ക് മാറുന്നു എന്നാണ് പുതിയ പഠനം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ 20 പേരെ മാറ്റി നിർത്തി ഏകദേശം 20 ദിവസം അവർക്ക് ഫോണും നെറ്റൊന്നും കൊടുക്കാതെ അവരെ നിരീക്ഷിച്ചപ്പം അവരിൽ വലിയ മാറ്റങ്ങളാണ് കാണാൻ കഴിഞ്ഞത് എന്നാണ് ആ പഠനത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഇൻ്റർനെറ്റ് വളരെ പ്രയോജനമാണെങ്കിലും മറുഭാഗത്ത് ഒരുപാട് ദോഷവശങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻ്റർനെറ്റ് സ്ഥിരമായിട്ട് ഈ ഒരുപാട് ഉപയോഗിക്കുന്നവരിലെ ഓർമ്മക്കുറവ് ഒരുപാട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പിള്ളേരിലും അങ്ങനെ കാണുന്നുണ്ട്. അതുതന്നെ ഞാനിപ്പോൾ അടുത്ത് ചോദിക്കാനിരിക്കുന്ന ഉദ്ദേശം അത് തന്നെ. ഇപ്പോൾ ഇൻ്റർനെറ്റ് അനേക ചെറുപ്പക്കാരുടെ ഇടയിലും മറ്റൊരു ഉപയോഗിക്കുന്നവരുടെ ഇടയിലും ഈ ഓർമ്മക്കുറവ് കൂടുതൽ കാണപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല പ്രായം കൂടുതലായിട്ട് നമ്മൾ കാണപ്പെടാനില്ല. അതായത് പെട്ടെന്ന് പ്രായത്തിലോട്ട് കടക്കുന്നു ഇൻ്റർനെറ്റിൻ്റെ അമിത ഉപയോഗം. ഈ നമ്മുടെ പ്രെയർ ലൈനിൽ ഒരുപാട് പേര് വിളിക്കുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം, പക്ഷേ നിങ്ങൾക്ക് അറിവ് പകരുന്ന പൊതുവിജ്ഞാനം അല്ലെങ്കിൽ അറിവ് പകരുന്ന വീഡിയോസ് നിങ്ങൾ കാണണം, ശ്രദ്ധിക്കണം. അതല്ലാതെ 24 മണിക്കൂറും ഈ ഫോണും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്, തലച്ചോറിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ പലരെയും പഠന വിഷയമാക്കിയപ്പോൾ ലഭിച്ചിരിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഈ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ഇൻ്റർനെറ്റൊക്കെ ഈ 2025 അതിൻ്റെ ഉപയോഗം ഒന്ന് കുറച്ചിട്ട് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട്. ഇപ്പോൾ പുസ്തക വായന എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് തീരെ ഇല്ല. പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്ക് പോലുള്ള സംവിധാനങ്ങൾ വന്നപ്പോഴത്തേക്കിന് അതിനെല്ലാം വലിയൊരു മാറ്റമാണ് വന്നേക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കാം. ഇപ്പോൾ തന്നെ ഇതിന് 2 മാസം അവധി മാസങ്ങളാണ് സ്കൂളുകളും കോളേജിലൊക്കെ അടച്ചിരിക്കുക. അപ്പം കൂടുതൽ മൊബൈലിനകത്ത് കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കുന്നത് നല്ലത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, വായനാശീലം. അപ്പം ആ നിലയിലൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ മാറുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നാണ് ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ പുതിയ പഠനം പറയുന്നത്, ഇൻ്റർനെറ്റ് അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിൽ ഓർമ്മക്കുറവ് കാണുന്നു, ശാരീരിക അസ്വസ്ഥതകൾ കാണുന്നുണ്ട്, തലച്ചോറ് പ്രത്യേകിച്ച് അവരുടെ ബ്രെയിനെയൊക്കെ ശരിക്കും ബാധിക്കുന്നു. അത് മാത്രമല്ല കണ്ണിൻ്റെ കാഴ്ചയും കാഴ്ചയ്ക്ക് പ്രശ്നം വരുന്നുണ്ട്, ശരീരം മൊത്തത്തിൽ പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബ്രെയിന് മെയിനായിട്ടും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പ്രായത്തിലോട്ട് കടക്കും എന്നാണ് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു പുതിയ വിഷയമായിട്ട് വേഗത്തിൽ വരാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അല്പനേരം ഒന്ന് ഞങ്ങളെ ശ്രദ്ധിച്ചേ. അനേക വർഷങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരവധി മീഡിയയിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്.
പ്രത്യേകിച്ച് എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകരോടും നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ പ്രയോജനം ചെയ്യുന്ന വിഷയമായിട്ട് എല്ലാ ദിവസവും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞാൻ വരാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ആയതിനാൽ നല്ല നിലയിൽ വീഡിയോ ഷൂട്ട് ചെയ്തും പ്രൊഫഷണൽ രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ടതും വളരെ ആവശ്യമാണ്. അതിന് ചിലവുകൾ വളരെ ഉണ്ട്. നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെ ചെറിയൊരു ഭാഗം ഇതിനായിട്ട് നീക്കി വച്ചു കഴിഞ്ഞാൽ ഇത് നിമിത്തം അനേക ജനങ്ങൾക്ക് ആശ്വാസകരമായി തീരുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. ഇതോടൊപ്പം ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടുത്തുന്നു. ബിജു ജോൺ മാത്യു 9847164993 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്യാം. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഹിം ഗ്ലോബൽ മിനിസ്ട്രി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകരിലേക്ക് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും.